നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. DLED പ്രവേശനം അപേക്ഷ 11 വരെ. യോഗ്യത 50% മാർക്കോടെ 3 ചാൻസിനകം +2 ജയം. LP UP അധ്യാപക യോഗ്യതാ കോഴ്സ്. കേരളത്തിലെ DLF 2025-27 വർഷ അധ്യാപക പരിശീലന പ്രോഗ്രാമിലെ പ്രവേശനത്തിന് കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ 11 വൈകിട്ട് 5 വരെ സമർപ്പിക്കാം. അപേക്ഷയുടെ മാതൃകയടക്കം പൂർണ്ണവിവരമടങ്ങിയ വിജ്ഞാപനങ്ങൾ www.education.kerala.gov.in സൈറ്റിലുണ്ട്. പഴയ TTC DF പേര് മാറ്റിയതാണ്. 2 വർഷ 4 സെമസ്റ്റർ DLED പ്രവേശനം. ED ഡിപ്ലോമ എലമെൻ്ററി എഡ്യൂക്കേഷൻ. LP UP അധ്യാപക ജോലിക്കുള്ള യോഗ്യത നൽകുന്ന പ്രോഗ്രാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും സ്വാശ്രയ കോളേജുകൾക്കുമായി പ്രത്യേക വിജ്ഞാപനമുണ്ട്. ഉറുദു, ഹിന്ദി, സംസ്കൃതം ഭാഷകൾ ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയ്ക്ക് വിശേഷ വിജ്ഞാപനങ്ങൾ ഉണ്ട്. സർക്കാർ എയ്ഡഡ് വിഭാഗത്തിലും സ്വാശ്രയ വിഭാഗത്തിലും 101 ട്രെയിനിങ് സ്കൂളുകൾ TTI വീതമുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ 50% മാർക്കോടെ 3 ചാൻസിനകം +2 ജയിച്ചിരിക്കണം. പരീക്ഷയും ചാൻസായി കരുതും. പിന്നോക്ക വിഭാഗക്കാർക്ക് 45% മതി. പട്ടികവിഭാഗക്കാർക്ക് മാർക്കിൻ്റെയും ചാൻസിൻ്റെയും പരിധിയില്ല. 2025 ജൂലൈ 1 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 38, പിന്നോക്ക വിഭാഗക്കാർക്ക് 36 വയസ്സ് വരെ ആകാം. വിമുക്ത ഭടർക്ക് സൈനിക സേവനകാലം ഇളവായി കിട്ടും. നേരത്തെ അംഗീകൃത അധ്യാപക വൃത്തിയിലിരുന്നവർക്ക് അവരുടെ സേവനകാലത്തോളം ഇളവ് കിട്ടും. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഭാഗക്കാർക്ക് 40:40:20 ക്രമത്തിൽ സീറ്റുകൾ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ മാനേജ്മെൻറ്റ് സ്കൂളുകളെ പകുതി സീറ്റുകളിലേക്ക് പൊതു മെറിറ്റ് അടിസ്ഥാനത്തിലും പകുതി സീറ്റുകളിലേക്ക് അതത് സമുദായത്തിലുള്ളവരെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുക്കും. മറ്റ് സാമുദായിക സ്കൂളുകളിലാകട്ടെ 20% സീറ്റിലേക്ക് മാനേജ്മെൻറ്റിന് അർഹതയുള്ള അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്താം. വിവിധ തരം സംവരണ സീറ്റുകളുണ്ട്. ന്യൂനപക്ഷ മാനേജ്മെൻറ്റ് സർവീസ് കോട്ട സംബന്ധിച്ച വിശേഷ നിർബന്ധങ്ങൾക്ക് സൈറ്റിലെ വിജ്ഞാപനങ്ങൾ നോക്കാം. വിജ്ഞാപനത്തോടൊപ്പമുള്ള മാർഗയിൽ അപേക്ഷ തയ്യാറാക്കി 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം താൽപ്പര്യമുള്ള റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് സമർപ്പിക്കണം. പട്ടികവിഭാഗക്കാർക്ക് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട 5 രൂപ ട്രഷറിയിൽ അടയ്ക്കുകയുമാകാം. ഒരാൾ ഒന്നിലേറെ റവന്യൂ ജില്ലകളിലേക്ക് അപേക്ഷിച്ചുകൂടാ. മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും ന്യൂനപക്ഷ സ്കൂളുകളിലെ ജനറൽ മെറിറ്റ് സ്കൂളുകളിലെ പ്രവേശനത്തിന് ബന്ധപ്പെട്ട ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർക്ക് അപേക്ഷ നൽകി അതിൻ്റെ പകർപ്പ് ഉപ ഡയറക്ടർക്ക് നൽകണം. സ്കൂളുകളുടെയും സീറ്റുകളുടെയും ലിസ്റ്റ് വിജ്ഞാപനങ്ങളിലുണ്ട്. ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെ പേരുകൾ മുൻഗണനാ ക്രമത്തിൽ ഫോമിലെ 25-ാം കോളത്തിൽ കൊടുക്കണം. യോഗ്യതാ പരീക്ഷയിലെ മികവ് 80%, ഇൻ്റർവ്യൂ 10%, സ്പോർട്സ് ഗെയിംസ്, കലോത്സവം എന്നിവയ്ക്ക് 10% എന്ന ക്രമത്തിൽ വെയിറ്റേജ് നൽകി അപേക്ഷകരെ റാങ്ക് ചെയ്യും. സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിലുള്ള 101 ട്രെയിനിങ് സ്കൂളുകളിലെയും സീറ്റുകളുടെയും ലിസ്റ്റ് 14 ജില്ലകളിലെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസുകളുടെ വിലാസം, ഫോൺ നമ്പർ എന്നിവ വിജ്ഞാപനത്തിലുണ്ട്. സംശയ പരിഹാരത്തിന് അവയുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്വാശ്രയ സ്കൂളുകൾ. അപേക്ഷാ രീതിയടക്കം മുഴുവൻ വിവരങ്ങൾക്ക് സ്വാശ്രയ വിജ്ഞാപനം നോക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് അയച്ചതിന് പുറമെ ഏതെങ്കിലും ഒരു റവന്യൂ ജില്ലയിലെ സ്വാശ്രയ സ്കൂളുകളിലേക്ക് മറ്റൊരു അപേക്ഷയും നൽകാം. സീറ്റുകളിൽ ഓരോ മാധ്യമത്തിലും പകുതി മാനേജ്മെൻറ്റ് സീറ്റും പകുതി സംവരണ ക്രമം പാലിക്കുന്ന ഓപ്പൺ മെറിറ്റ് സീറ്റുകളുമാണ് ഉള്ളത്. മെറിറ്റ് സീറ്റുകൾക്കുള്ള അപേക്ഷ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിശ്ചിത ഫോമിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. ബാങ്ക് ഡ്രാഫ്റ്റ് വിവരം വിജ്ഞാപനത്തിലുണ്ട്. സാമ്പത്തിക പിന്നോക്കക്കാർക്കായി കൂടുതലുള്ള 10% സീറ്റുകളിലേക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പ്രവേശനം നടത്തും. പ്രവേശന യോഗ്യത, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി മുതലായവ പൊതുവെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേത് തന്നെ. പക്ഷേ പല വ്യവസ്ഥകളിലും വ്യത്യാസങ്ങളുണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയിൽ യോഗ്യതാ പരീക്ഷകളിലെ മികവിന് 65%, ഇൻ്റർവ്യൂവിന് 35% എന്ന ക്രമത്തിൽ മാർക്ക് വകയിരുത്തി അപേക്ഷകരെ റാങ്ക് ചെയ്യും. മെറിറ്റ് വിഭാഗങ്ങളിലെ വാർഷിക ഫീസ് 30,000 രൂപയും മാനേജ്മെൻറ്റ് കോട്ടയിൽ 35,000 രൂപയാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.